പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നി വചന ശുശ്രൂഷ സംബന്ധിക്കുവാൻ കർത്താവിനാൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ നിങ്ങൾക്ക് ഇടവരാതിരിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ആമേൻ പറഞ്ഞ് സ്വീകരിക്കുന്ന ഈ ഓരോ സ്വീകരണത്തിലും സ്വർഗത്തിൽ ഒരു ടിക്ക് വന്നുകൊണ്ടിരിക്കും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇതൊക്കെ പറഞ്ഞാലും ശരി, ബാക്കി എവിടെ വെച്ച് കണ്ടാലും അഭിഷേകാഗ്നി തമ്മിൽ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ്. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വലിയ ഒരു കൂട്ടായ്മയുടെ ശുശ്രൂഷയാണല്ലോ. പതിറ്റാണ്ടുകൾ അല്ലേ കർത്താവ് നേരിട്ട് വളർത്തിയ ഒരു ശുശ്രൂഷയാണ് അല്ലേ. അതിൽ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത്, സംബന്ധിച്ചവരെ ഓർത്ത്, പിന്നെ അതിന് കാരണക്കാരായവരെ ഓർത്ത് അല്ലേ, മരിച്ച സ്വർഗത്തിലായിരിക്കുന്നവരെ ഒരുപാട് പേരുണ്ട്. ഇതിനുവേണ്ടി സഹകരിച്ച് പ്രവർത്തിച്ചവരൊക്കെ ഇവരെല്ലാം പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ അഭിഷേകത്തിൽ സംബന്ധിക്കാം. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകത്തിക്ക് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത് ഞാൻ കാണുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഏതൊരു ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും നമുക്കുണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു നിഷ്കളങ്ക വിശ്വാസമാണ്. ഒരു സിമ്പിൾ ഫെയ്ത്ത് എന്ന് ഞാൻ പറയുന്നില്ല, ഇതിനേക്കാൾ ഉപരി ഒരു നിഷ്കളങ്ക വിശ്വാസം. ഞാൻ ഓർക്കാണ് ബൈബിളിൽ ഒരു ഭാഗം ഞാൻ കഴിഞ്ഞ നാൾ ശ്രദ്ധിച്ച മക്കബാരുടെ പുസ്തകത്തിൽ 4:42 അവിടെ വൈദികരെ അല്ലെങ്കിൽ പുരോഹിതരെ തിരഞ്ഞെടുക്കുമ്പോൾ നിഷ്കളങ്കരായവരെ പ്രത്യേകം തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ബൈബിൾ പറഞ്ഞിരിക്കുക. വചനത്തോട് കൂറുള്ളവരെ, ഒരു നിഷ്കളങ്ക വിശ്വാസം വേണം. ബൈബിളിൽ കർത്താവ് ലൂക്കായുടെ വിശേഷത്തിൽ, മത്തായിയുടെ വിശേഷത്തിൽ, മർക്കോസ് ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? വേറൊരു വചനമാണ്, വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു നിഷ്കളങ്ക വിശ്വാസത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ അവർക്കാണ് കുറവിലങ്ങാട് PDM സെൻറ്ററിൽ ഒരു വൺ ഡേ കൺവെൻഷൻ നടക്കുമ്പോൾ ആ കൺവെൻഷനിൽ ഒരു അമ്മച്ചി വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഇതായിട്ട് തോന്നിയത്, പക്ഷേ അതൊരു നിഷ്കളങ്കമായ ഒരു കാര്യമാണ്. അതൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷീല. ഞാൻ കൊച്ചിയിലുള്ള കുമ്പളങ്ങി സീക്രട്ട് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് ഹാർട്ടിന് അസുഖം പിടിച്ച്, അപ്പം ഇതെനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. എനിക്ക് പെട്ടെന്നൊരു വിഷമം പോലെ വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ എനിക്ക് BP 200-110 അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് ശരിക്കും സ്ട്രോക്ക് വരേണ്ടതാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ധൈര്യം. അപ്പോൾ ഞാൻ ഇല്ല, എൻ്റെ ഈശോയാണ് എന്നെ സുഖപ്പെടുത്തിയെന്ന് പറഞ്ഞു ഡോക്ടറിൻ്റെ അടുത്ത്. മനസ്സിൻ്റെ ധൈര്യം ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ഡോക്ടർ എനിക്ക് 7 ടാബ്ലറ്റ് എഴുതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് 1 വർഷത്തോളം ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബിനോയിച്ചിൻ്റെ ടോക്ക് എപ്പോഴും കാണുന്ന ആളാണ്. അപ്പോൾ ഒരു ടോക്കിൽ അച്ഛൻ പറഞ്ഞ് ഇനി അടുത്ത ചെക്കപ്പിന് പോകുമ്പോൾ ഇത് അവർക്കെല്ലാം മാറിയിരിക്കട്ടെ ദൈവം. അപ്പം ഞാനിങ്ങനെ മൊബൈൽ ഫോൺ എൻ്റെ തലയുടെ ഇങ്ങനെ വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഈശോയെ എനിക്ക് മടുത്ത് മരുന്ന് കഴിച്ച് 7 ഗുളിക കഴിച്ച് വെച്ച് എനിക്ക് മതിയായി ഈശോയെ എന്ന് പറഞ്ഞ് എന്നെ സുഖപ്പെടുത്തണേന്ന് പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ചെക്കപ്പിന് പോയി. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ എക്കോയും ECG ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തിനാ ചേച്ചിന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് എടുക്കുക ഡോക്ടറെ എന്ന് പറഞ്ഞു. എന്നാൽ ശരിയെന്ന് പറഞ്ഞപ്പോൾ എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കെല്ലാം നോർമലായി. എൻ്റെ ഈശോ എന്നെ സുഖപ്പെടുത്തി, എനിക്ക് മരുന്നൊന്നും ഇല്ല. അതുപോലെ തന്നെ എനിക്ക് 60 വയസ്സായി. എൻ്റെ കണ്ണിന് എനിക്ക് ദൂരേക്കുള്ള കാഴ്ച ക്ലിയർ അല്ലായിരുന്നു. ഇതുപോലെ തന്നെ അച്ഛൻ്റെ ടോക്കിൽ അച്ഛൻ ഇങ്ങനെ കണ്ണിന് കാഴ്ച. അപ്പം ഞാൻ ഉള്ളിലിങ്ങനെ തമാശ പോലെ പറഞ്ഞ എൻ്റെ ഈശോയെ വയസ്സായി, എന്തായാലും എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് കാഴ്ച തന്നെയെന്ന് പറയും. അപ്പം തന്നില്ലേലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലിരുന്നിട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വെറുതെ പിടിച്ചു വരേണ്ട ഒരു ചെടിയിലൊരു കുഞ്ഞു മഞ്ഞപ്പൂ ഇങ്ങനെ നിൽക്കണം. അപ്പം ഞാൻ വെച്ച് ദൈവമേ ഇതെനിക്ക് കാണാൻ പറ്റണ്ട, അല്ലെങ്കിൽ എൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആരെങ്കിലും നിന്നാലും എനിക്ക് കാണാൻ പറ്റില്ല, ഒരു നിഴൽ പോലെ കാണുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവർ പറഞ്ഞ് വെറുതെ നുണ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഒരു മഞ്ഞപ്പൂ നിൽക്കണുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നോട് പറഞ്ഞ് എവിടെ മഞ്ഞപ്പൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ചെന്ന് നോക്കാ തെങ്ങിൻ്റെ അടിയിലെന്ന് പറഞ്ഞപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ കുഞ്ഞു മഞ്ഞപ്പൂ ഈശോ എനിക്ക് അത്രയും ക്ലിയർ ആയിട്ട് കാഴ്ച തന്ന്
ഈശോയ്ക്ക് കോടാനുകോടി നന്ദി. അത്ഭുതകരമായി കർത്താവ് ഇടപെട്ട സഹോദരൻ. പ്രൈസ് ദ ലോർഡ്. Praise the Lord. എനിക്ക് തന്നെ ആ സാക്ഷ്യം കണ്ടിട്ട് എൻ്റെ വിശ്വാസം വർദ്ധിച്ചു. കാരണം ശരിക്കും പറഞ്ഞാൽ ആ ചേച്ചിയുടെ എത്രയും പ്രായമായി, ഇനി കാഴ്ച തെളിയോ ഒരു സാധ്യതയില്ല. പക്ഷേ ജസ്റ്റ് ആ ടോക്ക് കേൾക്കുമ്പോൾ, കുഞ്ഞു ടോക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ ദിവസം വൈകുന്നേരം 5 മണിക്കുള്ള ചെറുത് 5 മിനിറ്റ്. അപ്പോൾ അത് കേട്ട് ഈ ആശ്രമം ഇരിക്കുന്ന സമയത്ത് ദൈവമേ അല്ലേ പെട്ടെന്ന് അങ്ങ് വിശ്വസിച്ചു, കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ അല്ലേ, അങ്ങനെയല്ല ശരിയാ വിശ്വസിച്ചു. ദൈവം അല്പം തന്നെ ഇടപെട്ടില്ലേ. അതിൽ മറ്റേ കാര്യങ്ങൾ ചിന്തിച്ച് നോക്കി. ആ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് ആ ആശീർവാദം സ്വീകരിച്ചു. ദൈവമേ മരുന്നെല്ലാം അങ്ങോട്ട് നിൽക്കട്ടെ കർത്താവേ, ദൈവമേ നല്ല റിസൾട്ട് വരട്ടെ, കർത്താവ് അനുഗ്രഹിച്ചില്ലേ. ഒരു നിഷ്കളങ്ക വിശ്വാസം. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പസ്തോലന്മാരുടെ കാര്യത്തിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അപ്പസ്തോലന്മാരെ കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ. ഒരു പ്രാവശ്യം എഴുതിയുള്ളൂ, പക്ഷേ പല പ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പസ്തോലന്മാരുടെ അപ്പൻ എന്താ പറയുന്നത്? ഞങ്ങളുടെ അവിശ്വാസം ഒന്ന് പരിഹരിക്കണം. നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു 100 ഓപ്പോസിറ്റ് ചിന്ത വരും. നമുക്ക് ഇന്ന് ശരിക്കും നന്നായിട്ടൊന്ന് പാടി അങ്ങോട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം സെന്റ് അഗസ്റ്റിൻ പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ തുറന്ന് പിടിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. കാരണം ഞങ്ങൾക്കൊരു നിഷ്കളങ്ക വിശ്വാസമാണ് കർത്താവ്. എല്ലാം സിമ്പിളായിട്ട് ഇങ്ങനെ വിശ്വസിക്കാം, സിമ്പിളായിട്ട് പ്രാർത്ഥിക്കാം. നല്ലൊരു വിശ്വാസത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് തരണം. വിശ്വാസം അങ്ങയുടെ ദാനമാണ്. കർത്താവ് ഞങ്ങൾ ചോദിക്കുകയാണ്, വിശ്വാസം ധ്യാനം കേട്ട ബാക്കി എല്ലാം ശരിയാവും. ഞങ്ങൾക്ക് തരണം കർത്താവേ. വിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗമണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. അവിശ്വാസിയാകാതെ മകനേ, ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശ്വാസിയായി വേഗം അണയൂ. പാടാൻ പറ്റുന്നില്ലെങ്കിൽ ഉള്ളു നന്നായി പ്രാർത്ഥിച്ചോളെ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കർത്താവായ ദൈവമേ, ഈ എളിയദാസൻ കർത്താവിടുത്തെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ പ്രാർത്ഥന അവിടുന്ന് കേട്ടല്ലണം. ദൈവമേ ഒരുപാട് തവണ പലപ്പോഴും കർത്താവെ ഏതെങ്കിലുമൊക്കെ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, ചില ഞെരുക്കങ്ങൾ വരുമ്പോഴൊക്കെ വിശ്വാസങ്ങൾ ചോർന്നു പോകുന്ന അവസ്ഥ വരുന്നു. പ്രാർത്ഥന നിർത്തുന്ന സാഹചര്യമുണ്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ കർത്താവ് കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കണം. അതുപോലെ പ്രാർത്ഥിക്കണം. കിട്ടുമെന്ന് വിശ്വസിക്കണം. കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് വചനം. കർത്താവ് അപ്പസ്തോലന്മാർ എത്രയും പ്രാവശ്യം ശാസിച്ചു, നിങ്ങളുടെ വിശ്വാസം എവിടെ, നിങ്ങളുടെ വിശ്വാസം എവിടെ, നിങ്ങളുടെ വിശ്വാസം എവിടെ. ഇത് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. കാരണം ഞങ്ങൾക്ക് പലപ്പോഴും പറ്റുന്നില്ല. ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, എപ്പോഴും ഒരു ഓപ്പോസിറ്റ് ചിന്ത വരും, നടുക്കല്ലാത്ത ചിന്ത വരും, പ്രായോഗികമായ ഒരുപാട് കാര്യങ്ങൾ വരുവാണ്. കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ഉള്ളു തുറന്നുള്ളുരുകി പ്രാർത്ഥിക്കുക. കാണപ്പെടാത്തവ കൺമുമ്പിലെന്നവ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. കാണപ്പെടാത്തവ കൺമുമ്പിലെന്നവ വിശ്വാസ ദൃഷ്ടിയാൽ കാണാം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിടും ദൈവം. പ്രത്യാശയോടെ കാത്തിരുന്നിടുകിൽ ഉത്തരം നൽകിടും ദൈവം. പ്രാർത്ഥന കേട്ടിടും തീർച്ച. അവിശ്വാസിയാകാതെ മകനേ, വിശ്വാസിയായി വേഗം അണയൂ. അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ തെളിക്കാം. കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കാതെ പോയത് ഈ വിശ്വാസത്തിൽ കാണാൻ പറ്റുന്നില്ല, കണ്ണുയർത്തി കാണാൻ പറ്റുന്നില്ല. ദൈവമേ ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിലെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. കർത്താവ് പറഞ്ഞല്ലോ, കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ സംഭവിക്കാത്തതൊന്നുമില്ല. ദൈവമേ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്ക് പലരെ ഓർമ്മ വരുന്നുണ്ട്. അവർക്ക് ഈ പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവർക്കൂടെ ഞങ്ങൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ ഇടപെടണം. മറ്റൊരു ദാനം കൊടുത്തില്ലെങ്കിലും ഈ വിശ്വാസ ദാനം കൊടുക്കണം. മധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കടുകുമണി
ദൂരത്തകറ്റാ അനുദിന ക്ലേശങ്ങളാ പർവ്വതങ്ങളെ വിശ്വാസ നിറവാ ജയിക്കാം അനുദിന ക്ലേശങ്ങളാ പർവ്വതങ്ങളെ വിശ്വാസ നിറവാ ജയിക്കാം അസാധ്യമായൊന്നുമില്ല അവിശ്വാസിയാകാതെ മകനേ വിശ്വാസിയായി വേഗം അണയൂ അടയാളം തേടാതെ വന്ന വിശ്വാസ വഴി ഞാൻ ഹൃദയം കൊണ്ട് അധരം കൊണ്ട് ഒരുപോലെ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. കരങ്ങൾ നന്നായി ഉയരട്ടെ, സ്വരം നന്നായി ഉയരട്ടെ, മനസ്സ് നന്നായിട്ട് തുറക്കട്ടെ. ഓ കർത്താവായ ദൈവമേ, ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു, ഒരു ഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ തുറവയുണ്ടാകട്ടെ. അവിശ്വാസ ചിന്തകൾ മനസ്സിൽ നിന്ന് മാറിപ്പോകട്ടെ. മുൻ അനുഭവങ്ങൾ, നെഗറ്റീവ് സ്വാധീനങ്ങൾ ഈശോയുടെ പരിശുദ്ധ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവ് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് വിശ്വാസം നഷ്ടപ്പെട്ടു പോയ ഹൃദയങ്ങളിൽ കർത്താവെ കിണറിൽ ഉറവക്കണ്ണുകൾ പൊട്ടി വരുന്ന പോലെ വിശ്വാസത്തിന്റെ മുകളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവായ ദൈവമേ, ഓ ദൈവമേ, പ്രാർത്ഥന മുടങ്ങിപ്പോയ കുടുംബങ്ങൾ കർത്താവെ വീണ്ടും വിശ്വാസത്തിൽ ഉജ്ജ്വലിച്ച് ഉണർന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇന്നിവരെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കാര്യങ്ങളും മേലും വലിയ വിശ്വാസത്തിന്റെ കൃപ, വലിയ വിശ്വാസത്തിന്റെ കൃപ അവിടെ ദാനമായി നൽകണമേ കർത്താവെ. പൂർവ്വ പിതാക്കന്മാർക്ക് ഉണ്ടായിരുന്നത്, അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ കൃപ നൽകണമേ. ഓ ദൈവമേ, ഞങ്ങളുടെ സഭയിൽ വിശുദ്ധാത്മാക്കൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തിന്റെ കൃപ, സ്വർഗ്ഗം തരാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിന്റെ കൃപ നിറയട്ടെ കർത്താവെ. അതിന് തടസ്സമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ളതെല്ലാം കർത്താവ് കഴുകി വെടിപ്പാക്കണമേ കർത്താവെ. ഞങ്ങളുടെ ബുദ്ധിയിലും ഓർമ്മയിലും ചിന്തയിലും ഭാവനയും ഉള്ളതെല്ലാം സമസ്ത മേലെ കഴുകി വെടിപ്പാക്കണമേ. യേശുവേ ആരാധന ആരാധന, സ്വയ ആരാധന ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന, സ്വയ ആരാധന. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നുള്ളതാണല്ലോ വചനം. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാം. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാം. പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം കഷ്ടപ്പാടുകളെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഒരിക്കൽ നല്ല ദൈവകൃപയുള്ള ഒരു സിസ്റ്ററിനെ പരിചയപ്പെട്ട് ഓർക്കാണ്. ആ സിസ്റ്ററിൻ്റെ പ്രത്യേകത, എന്ത് സംഗതി കൊടുത്താലും സിസ്റ്റർ അതിനൊന്ന് എന്തെങ്കിലും ഒരു ഉപയോഗപ്രദമായ സംഗതി ഉണ്ടാക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഒരു പള്ള കിട്ടിയാൽ മതി, എന്തെങ്കിലും സാധനം കിട്ടും, പക്ഷെ നല്ല സൂപ്പറായിട്ട് അതിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് ചിലപ്പോൾ നല്ലൊരു ഫ്ലവറാക്കി മാറ്റിക്കളയും. അല്ലാന്നുണ്ടെങ്കിൽ എന്തൊരു വസ്തു കിട്ടിക്കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക കൃപയാണ്. എന്തെങ്കിലും തരത്തിൽ അതങ്ങോട്ട് പ്രയോജനപ്പെടുത്തി എന്തെങ്കിലും ഒരു ഉപയോഗത്തെ കൊള്ളിക്കും. അങ്ങനെയുള്ള കൃപയുള്ള ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് തന്നെ പരിചയം ഉണ്ടാവും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ച് തരുന്ന എല്ലാ സംഗതികളെയും നമ്മൾ പ്രയോജനപ്പെടുത്തണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ കഷ്ടപ്പാടുകളെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു ആധ്യാത്മികത വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ വേണം. അതിലേക്ക് ഒന്ന് പറഞ്ഞ് കയറാൻ വചനത്തിലേക്ക് നമ്മൾ കയറും. അതിന് സഹായകമായ കത്തോലിക്ക സഭയുടെ മനോഹര ഗ്രന്ഥം CCC 1839, അതിന് ഇംഗ്ലീഷ് വേർഷൻ നമുക്കത് സ്ക്രീനിൽ വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വായിച്ച് മനസ്സിലാക്കാം. The moral virtues grow through education, deliberate acts and perseverance in struggle. Divine grace purifies and elevates them. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. മോറൽ വർച്യൂസ്, ദൈവിക പുണ്യങ്ങൾ അല്ലെങ്കിൽ സാത്മാർഗിക പുണ്യങ്ങൾ, അങ്ങനത്തെ ഉള്ള പുണ്യങ്ങൾ വളരുന്നതിനെ കുറിച്ചുള്ളതിന് ഒരു ഭാഗമാണിത്. അവിടെ പറയുകയാണ് ശരിക്കും നല്ല പരിശ്രമം വേണം, പിന്നെ ആഗ്രഹം വേണം, അതിനെക്കുറിച്ച് അറിയണം, അതൊക്കെ ചെയ്യണം. അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ് പെർസീവറൻസ് ഇൻ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ദൈവിക പുണ്യവും വളരുന്നത്
വിവിധങ്ങളായ ഞെരുക്കങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ, സഹനങ്ങളിലൂടെ പോകുമ്പോൾ അവിടെ നമ്മൾ സ്ഥിരതയോടെ ഇങ്ങനെ പിടിച്ച് നിന്ന് കയറിയായാണ് പുണ്യങ്ങളിൽ ഒരു വളർച്ച ഉണ്ടാവുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊക്കെ പറഞ്ഞാൽ വർജിയസ് ഗ്രോസ് ഇൻ സ്ട്രഗിൾ. ചില സ്ട്രഗിളുകളിലൂടെ കടന്നു പോകുമ്പോൾ ചില പുണ്യങ്ങൾ അറിയാതെ വളരും. അവിടെ നമ്മൾ സ്ഥിരതയോടെ നിന്ന് വരണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ആരുമില്ല. ഓരോരുത്തർക്കും അവരവരെ ജീവിതാന്തസ്സിനനുസരിച്ചുള്ള കഷ്ടപ്പാടുകൾ ബെസ്റ്റായിട്ട് സ്വർഗത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അതിനെല്ലാം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഒന്നാമത്തെ കാര്യം, ചില പ്രിൻസിപ്പിൾസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമായി. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾക്കറിയാം, അവർക്ക് ഏത് കണക്ക് ഇട്ട് കൊടുത്താലും അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജി അറിഞ്ഞിരുന്നാൽ ബാക്കി ഏത് കേസും നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്കൊരു ഫിലോസഫി വേണം എന്ന് ചില ആൾക്കാർ പറയും. ഒരു സെക്കുലർ ഭാഷയില്ല, നമുക്കൊരു തിയോളജി വേണം. നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവശാസ്ത്രം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ കഷ്ടപ്പാടുകൾ വന്നാൽ അതിനെ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഒന്നാമത്തെ ഒരു മേഖല, ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കാൻ വേണ്ടി തുടങ്ങണം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഇതിനു മുമ്പ് മറ്റൊരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ വചനം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം മറന്നുപോയാലും എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. 2 തെസ്സലോനിക്ക 1:5 ആ വചനം. 2 Thessalonians chapter 1 verse 5. ദൈവരാജ്യത്തിന് വേണ്ടിയാണല്ലോ നിങ്ങൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ആ ദൈവരാജ്യത്തിന് നിങ്ങൾ അർഹരാക്കപ്പെടണമെന്ന ദൈവത്തിൻ്റെ നീതിപൂർവകമായ നിശ്ചയത്തിനുള്ള തെളിവാണിവയെല്ലാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ചോദ്യം, ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്? ഇല്ലെങ്കിൽ പോയി. ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹമുള്ളതാണ് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്. ഈ അഭിഷേകാന്റെ പ്രോഗ്രാം കാണുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ചിന്ത എന്താ? എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിൽ കുറച്ചുകൂടെ കൃപയിലേക്ക് വളരണം. കാര്യം നടക്കാമെന്ന് മാത്രമുള്ളതല്ല, അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി അത് സഹിക്കണം. അങ്ങനെ ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കാൻ തരുന്ന കഷ്ടതകളാണിതെല്ലാം. അപ്പോൾ കഷ്ടതകൾ വരുമ്പോൾ ദൈവരാജ്യത്തിന് നമ്മൾ അർഹനാകാൻ, നമ്മളെ കൊണ്ടുപോകാൻ ദൈവം തീരുമാനമെടുത്തതിന് തെളിവാണിതെല്ലാം. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ച് മനസ്സിലാക്കിക്കോ, സഹിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില സ്ഥലത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാണാം, ഇവിടെ പ്രവേശനമില്ല, അനുവാദത്തോടു കൂടി മാത്രം പ്രവേശനം. അല്ലെങ്കിൽ ചില കാര്യത്തിന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാം പോകുമ്പോൾ ടിക്കറ്റ് ഉള്ളവർക്കാണ് പ്രവേശനമുള്ളൂ. ആദ്യത്തെ റൗണ്ട് മത്സരം കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ടിലേക്ക്, തേർഡ് റൗണ്ടിലേക്ക്, സെമിയിലേക്കും ഫൈനലിലേക്കും പ്രവേശനമുള്ളൂ എന്ന് പറയുന്നത് പോലെ ദൈവത്തെ അറിഞ്ഞോടെ ദൈവവായത്തിലാണെങ്കിൽ ക്രിസ്ത്യാനി ആണെങ്കിൽ ചങ്കിൻ്റെ ഉള്ളിൽ കുറിച്ചോ സഹിക്കാതെ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 26-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 24-26 ദൈവവചനം പഠിപ്പിക്കുകയാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരാണ് കഥാപാത്രം. അവരോട് കർത്താവ് പറയാണ്, കർത്താവ് കൂടെ നടക്കുകയാണ്. അങ്ങനെ കൂടെ നടക്കുന്നതിനിടയിൽ കർത്താവ് പല പല കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഇവർ കുറേ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പറയുന്നതെല്ലാം ഈശോയെക്കുറിച്ചാണ്. എന്നിട്ട് പറയുന്നത് എന്താ? അവന് പിന്നെ കർത്താവ് വന്ന് രാജ്യം പുനഃസൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ യഹൂദർ അവരെ പിടിച്ച് കൊന്നു കളഞ്ഞു എന്നൊക്കെയുള്ള കാര്യങ്ങളെ വിശദമായിട്ട് പറഞ്ഞതെല്ലാം കേട്ടിട്ട് കർത്താവ് തന്നെ ക്ഷമയോടെ ഇതെല്ലാം കേട്ടിട്ട് അവസാനം ഒരു സെന്റൻസ് അങ്ങോട്ട് പറഞ്ഞു. അതാണ്, വായിക്കാം. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ സഹിക്കാതെ മഹത്വത്തിലേക്ക് പ്രവേശനമില്ല. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, സഹിക്കാതെ മരിച്ച ഏതെങ്കിലും വിശുദ്ധ കാണിച്ചു തരാമോ? നിങ്ങൾ പറ. ചെറുപ്പത്തിൽ മരിച്ചു പോയ 1-2 വിശുദ്ധരുണ്ടാവുമായിരിക്കും. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹിക്കാതെ മരിച്ച ഏത് വിശുദ്ധയുള്ളത്? സുവിശേഷം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ വിശേഷം 16-ാം അധ്യായത്തിന്റെ 25-ാം തിരുവചനം. ഗോസ്പൽ ഓഫ് സെന്റ് ലൂക്ക് ചാപ്റ്റർ 16 verse 25. അബ്രാഹാം പറഞ്ഞു, മകനെ നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? നിങ്ങൾക്കറിയാം, ധനവാനും ലാസറും അല്ലേ, ധനവാരൻ്റെ ആ മേശയുടെ അടിയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ പരിശ്രമിച്ച ജീവിതകാലത്ത് ഒരുപാട് കഷ്ടതകളായിരുന്നു.
പക്ഷേ ദൈവരാജ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അതെല്ലാം സഹിച്ച് പിടിച്ച് മിണിഞ്ഞെന്നാണ് എന്ന് പറഞ്ഞാൽ നോക്കിയ പെർസീവറൻസ് സ്ട്രഗിൾ എന്ന് പറയുന്നത് പോലെ പിടിച്ച് കയറിയപ്പോൾ എന്താ അത് ദൈവരാജ്യത്തിലേക്ക് എത്തിച്ചു. ധനവാന്റെ കാര്യം ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, സുഖ സൗകര്യങ്ങളിലൂടെ മാത്രം എങ്ങനെയെങ്കിലും കുറുക്ക് വഴി, എങ്ങനെയെങ്കിലും എളുപ്പ വഴി, എങ്ങനെയെങ്കിലും കഷ്ടത ഒഴിവാക്കണം. ഈ പോക്ക് എവിടെ ചെന്ന് എത്തുന്നറിയോ? വിശാലമായ വഴിയിലേക്ക് എത്തിക്കോളും. കഴിഞ്ഞ ദിവസങ്ങൾ വട്ടായച്ചൻ എന്താ പറഞ്ഞതുപോലെ വളരെ തിരക്കുള്ള വഴിയുണ്ട്, തിരക്കില്ലാത്ത വഴിയുണ്ട്. തിരക്കില്ലാത്ത വഴിയാണ് കഷ്ടപ്പാടുകളുടെ വഴി, അല്ലേ? ഇടുങ്ങിയ വഴി, വളരെ ആൾക്കാരേ ഇല്ല, ഫ്രീ ആയിട്ട് വണ്ടി ഓടിച്ച് പോകുന്ന രീതിയിൽ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരും. ദൈവരാജ്യത്തെ കുറിച്ച് ചിന്തയില്ലെങ്കിൽ ഇതിനകത്ത് ഒരു താല്പര്യം ഉണ്ടാവില്ല. അതിന് ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ അർപ്പിച്ചിരിക്കുന്ന മനുഷ്യർ എത്ര നിർഭാഗ്യവാന്മാർ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, കഷ്ടപ്പാടുകളെ പ്രയോജനപ്പെടുന്ന രണ്ടാമത്തെ രീതി എങ്ങനെയാണ്? സുവിശേഷത്തിന് വേണ്ടി അതെല്ലാം സഹിക്കണം. പൗലോസ് തിമോഥെയോസ് ലേഖനത്തെ പറയുകയാണ്, 2 തിമോത്തി 2:3 യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പല സ്ഥലത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ വാർത്തകൾ, യുദ്ധങ്ങൾ നടക്കുന്നതിൻ്റെ, അടങ്ങിയതിൻ്റെ, നടക്കാൻ പോകുന്നതിൻ്റെ ഒക്കെ ആ പടയാളികൾ കഷ്ടപ്പാടുകളൊക്കെ നിങ്ങൾ മീഡിയയിൽ പലതരത്തിലാണ്. യുദ്ധം നല്ലതോ ചീത്തയോ മോശമോ ഒന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പടയാളികൾ സൈന്യം കഷ്ടപ്പെടുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്ന് പറയുന്ന പോലെ സുവിശേഷത്തിന് വേണ്ടി നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. എന്താ കാരണം എന്നറിയാം? സുലീഹ വ്യക്തമായിട്ട്, ഇല്ലെങ്കിൽ സുവിശേഷം പുരോഗമിക്കില്ല. ഇന്ന് സുവിശേഷ വേല പുരോഗമിക്കാത്തതിൻ്റെ ഒരു കാരണം കഷ്ടപ്പാടുകൾ സഹിക്കാനുള്ള മടിയാണ്. ആദിമ കാലഘട്ടത്തിൽ തോമസ് ലീഹ കേരളത്തിൽ വരുമ്പോൾ ചിന്തിച്ചു നോക്ക്, എന്തൊരു കഷ്ടപ്പാടായിരുന്നു. ഫ്രാൻസിസ് സേവറിന്റെ ആദ്യ കാലഘട്ടം ചിന്തിച്ചു നോക്കിയേ. ഫിലിപ്പി ലേഖനത്തിൽ 1:12 പഠിപ്പിക്കുകയാണ്, സഹോദരരെ, എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്ലീഹ പറയുകയാണ്, എനിക്ക് സംഭവിച്ച എല്ലാ കഷ്ടതകളും സുവിശേഷത്തെ പുരോഗമിച്ചു. സുവിശേഷം പുരോഗമിക്കുന്ന കാരണമായി തീർന്നു. അതിന് താഴെ പറയുന്നുണ്ട്, അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ കാരാഗ്രഹത്തിൽ അകപ്പെട്ടെങ്കിൽ എൻ്റെ ബന്ധനം മൂലം എത്ര പേർക്ക് ധൈര്യം ലഭിച്ചു. ജീവിതത്തിൽ സംഭവിച്ച കഷ്ടതകൾ മുഴുവൻ സുവിശേഷത്തിൻ്റെ പുരോഗതി. അതുകൊണ്ട് തന്നെയാണ് 2 തിമോത്തി 2:9 സ്ലീഹ പറഞ്ഞു വെക്കുന്നത്, ഈ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത്. അതുകൊണ്ട് കഷ്ടതകളെ പ്രയോജനപ്പെടുത്തുന്ന രണ്ടാമത്തെ മാർഗമെന്ന് പറയുന്നത്, എപ്പോൾ കഷ്ടത വന്നാലും അതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. ഒന്നെങ്കിൽ അതിനു വേണ്ടി കാഴ്ചവെക്കണം. മറ്റൊരു തരത്തെ സുവിശേഷമല്ല, ഏതെങ്കിലും വെച്ചാൽ കുറച്ച് കഷ്ടത വരും, കുറച്ച് എതിർപ്പ് വരും, കുറച്ച് തെറ്റിദ്ധാരണ വരും, കുറച്ച് അപമാനം വരും, കുറച്ച് കഴിയുമ്പോൾ നിർത്താൻ തോന്നും. എന്നാൽ ഇതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകണം. സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞ സുവിശേഷം പൗലോസ് ശ്ലീഹ ഓരോ സ്ഥലത്ത് പോയി സുവിശേഷം പറഞ്ഞപ്പോൾ ഇത് ഓൾറെഡി പറഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ഓൾറെഡി പറഞ്ഞിട്ടാണ് ശ്ലീഹ പോരുന്നത്. നമുക്ക് അതിനൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 3:4 എന്തെന്നാൽ ഞങ്ങൾക്ക് കഷ്ടതകൾ സഹിക്കേണ്ടി വരുമെന്ന് നിങ്ങളോട് കൂടി ആയിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്രകാരം തന്നെ സംഭവിച്ചിരിക്കുന്നു. അത് നിങ്ങൾക്ക് അറിയുകയും ചെയ്യാം. ഓൾറെഡി സുവിശേഷം പ്രഘോഷിക്കുന്ന ഓട്ടത്തിൽ ശ്ലീഹ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ വരും, നിങ്ങൾക്കും വരും. അത് സംഭവിച്ചു. നമ്മൾ അപ്സെറ്റ് ആകേണ്ട ആവശ്യമില്ല. എന്തിനാ വെറുതെ അപ്സെറ്റ്? ഞാൻ കണ്ടിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന ആൾക്കാർ പോലും കഷ്ടത വരുമ്പോൾ അപ്സെറ്റായി പോവാണ്. എന്തൊരു കഷ്ടം ചിന്തിച്ച് നോക്ക്. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത് കഷ്ടതയെ പ്രയോജനപ്പെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ദൈവജനത്തിൻ്റെ അതിലങ്ങോട്ട് പങ്കുചേരണം. കഷ്ടപ്പാടിൽ അങ്ങനെ ഒരു പങ്കുചേരലുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 11:25 വചനം. ഹീബ്രോസ് 11:25 പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനേക്കാൾ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടിൽ പങ്കുചേരാനാണ് അവർ ഇഷ്ടപ്പെട്ടത്. ഇതാണ് ധനമാനും മോശം തമ്മിലുള്ള വ്യത്യാസം. ശരിക്കും പറഞ്ഞാൽ ലാസർ അവിടെ നിൽക്കുമ്പോൾ കഷ്ടപ്പാട്ടൊന്നും പങ്കുചേരാൻ നോക്കണേ, ചെയ്തില്ല. ഇവിടെയോ ഫറവോട് കൊട്ടാരത്തിൽ സകല അനുഭവിച്ചിരിക്കുമ്പോൾ മോശ അതെല്ലാം വിട്ടിട്ട് ദൈവജനത്തിൻ്റെ കഷ്ടപ്പാട് പങ്കുചേരാനുള്ളൊരു ആഗ്രഹം. റോമ 15:27 പഠിച്ചേ. അവർ അത് സന്തോഷത്തോടെയാണ് ചെയ്തിരിക്കുന്നത്. അവർക്കതിന് കടപ്പാട് എന്തെന്നാൽ അവരുടെ ആത്മീയ അനുഗ്രഹങ്ങളിൽ പങ്കുകാരായ വിജാതിയർ ഭൗതിക കാര്യങ്ങളിൽ അവരെ സഹായിക്കേണ്ടതാണ്.
എന്ന് പറഞ്ഞാൽ ജെറുസലേമിലെ സഭയിലേക്ക് കുറച്ച് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ പൗലോസ് ഇവർക്ക് ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ്? അക്കായിയായാലും മക്കതോന്യയിലും ഒക്കെ ഉള്ളവർ ആ ജെറുസലേമിലുള്ളവരെ കുറച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ, ഒരു കാലത്ത് അവരുടെ ആത്മീയ അനുഗ്രഹങ്ങൾ പങ്ക് പറ്റിയിട്ട് നമ്മൾ ഒരു കാലത്ത് അവർക്ക് കഷ്ടത വരുമ്പോൾ അവർ കഷ്ടപ്പെട്ട് നമ്മൾ പങ്കുചേരണം. പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരു ദൈവശാസ്ത്രം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വളരെ ഈസി ആയിട്ട് എടുത്തു പോകാൻ പറ്റും. മറ്റേത് ഏതൊരു കാര്യം ഉണ്ടാകുമ്പോഴും പ്രയോജനം ഇല്ലാകുമ്പോഴല്ലേ നമുക്ക് സങ്കടം വരുന്നത്. ഇത് ഹൈലി യൂസ്ഫുൾ, പ്രയോജനം ഉണ്ടെന്നേ. എങ്ങനെയാ? ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കണം, സുവിശേഷത്തിന് വേണ്ടി സഹിക്കണം, ദൈവജനത്തിന് വേണ്ടി സഹിക്കണം. ഈശോ അനുഗ്രഹിക്കട്ടെ. വചനം മാംസമായി അവതരിച്ച ഈശോ നമ്മുടെ തൊട്ടടുത്ത്. ഓരോ വചന പ്രഘോഷണവും വചനം ഈശോ തന്നെയാണ്, ഈശോയിലേക്കാണ് എത്തുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിൽ ഈശോ തുടക്കത്തെ പാടിയതുപോലെ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, കഷ്ടതകൾ കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിലെല്ലാം, പ്രത്യേകിച്ച് 3 വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ പ്രത്യേക കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി, സുവിശേഷം പുരോഗമിക്കാൻ വേണ്ടി സഹിക്കാൻ കൃപ തരണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമതായി, നമ്മുടെ കഷ്ടതകളും ഞെരുക്കങ്ങളും വേദനകളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതെന്ന് അർത്ഥമില്ല. കാരണം ഈശോടർക്ക് ഇതെല്ലാം പറഞ്ഞു ചെന്നപ്പോൾ കർത്താവ് എല്ലാം സുഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു വചനം 2 തിമോത്തി 3:11 സ്ലേഹ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിനെ പറയാണ്, ഞാൻ ഒരുപാട് കഷ്ടതകളൊക്കെ സഹിച്ച് നിനക്കറിയാമല്ലോ, അന്ത്യോക്യയിലും ഇക്കോണിയത്തിലും ലിസ്ത്രായിലും ഒക്കെ. പക്ഷെ അതിൽ നിന്നെല്ലാം കർത്താവ് എന്നെ രക്ഷിച്ചു. നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ അവസ്ഥകളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചാലും ചില മാറില്ല. അപ്പോൾ ദൈവം അത് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ചിലത് നമുക്ക് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ തോന്നിയല്ല, അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഈ 3-ൽ ഏതെങ്കിലും കൃപ കർത്താവ് ഈ സമയത്ത് തരും. വിശ്വാസത്തിൻ്റെ കൃപ കർത്താവ് തരും, സഹനത്തെ ശരിക്കും എടുക്കാൻ കൃപ തരും, അല്ലെങ്കിൽ ചില സഹനങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രത്യേകം ഇടപെടും. കരങ്ങൾ ഉയർത്തി ഓരോ വചനവും പ്രാർത്ഥനയാക്കി മാറ്റണം. കരങ്ങൾ ഉയർത്തി നന്നായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല 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 ഹല. ഓ കർത്താവായ ദൈവമേ, പൊന്നോമന മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. വിശ്വാസത്തിൻ്റെ ഒരു ആത്മാവിൻ്റെ അഭിഷേകം അപ്പം നിറയട്ടെ കർത്താവേ. ഓ ദൈവമേ, ദൈവരാജ്യത്തിന് വേണ്ടി കർത്താവെ സഹിക്കാൻ, കർത്താവേ സുവിശേഷത്തിന് വേണ്ടി സഹിക്കാൻ പ്രത്യേക കൃപ നിറയട്ടെ. ഓ കർത്താവായ ദൈവമേ, ഓ ദൈവ സുവിശേഷന്റെ പുരോഗതിക്ക് വേണ്ടി സഹിക്കാൻ കൃപ ലഭിക്കട്ടെ. ഇപ്പോൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അനുവദിക്കാത്ത എല്ലാ തരത്തിലുള്ള കഷ്ടതകളും ഞെരുക്കങ്ങളും, കർത്താവെ പാപത്തിന്റെ പരിണതി വരക്കുന്ന തകർച്ചകളും പിശാചൊരുക്കുന്ന തടസ്സങ്ങളും, ഓ കർത്താവെ വിശുദ്ധ കുർബാന ഉയർത്തി ഈ ആശീർവാദം നൽകപ്പെടുന്ന സമയത്ത് ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ ജീവിതങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിത്യാഗ്നിയിൽ നിപതിക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, അടിമത്തങ്ങൾ മാറട്ടെ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിച്ചിടട്ടെ. യേശുവിന്റെ നാമത്തിൽ